കലോത്സവത്തിലെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് മത്സരാർത്ഥികളെയും കാണാൻ എത്തുന്നവരെയും ഏടാകൂടത്തിലാക്കിയിരിക്കുകയാണ് ഒരു തൃശൂർക്കാരൻ. ആ ഏടാകൂടത്തിൽപ്പെട്ട ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ അക്ഷയ ബിജുവും മനീഷ് പി ഉണ്ണിയും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അല്ല ഇതെന്താ ഇവിടെ വെക്കണേ? ഇത് പഴയ കാലത്തെ ഒരു കളി ഉപകരണമാണ് ഏടാകൂടം എന്ന് പറയുന്നത്. അത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ബോളുണ്ട്, അത് എടുക്കാൻ കഴിയും. വീണ്ടും അത് അതുപോലെ തന്നെ സെറ്റ് ചെയ്യും വേണം, ബോൾ അതിനകത്ത് ഇടുകയും വേണം. ഈ കാണുന്നത് പലതരത്തിലുള്ള ഏടാകൂടങ്ങളാണ്. കഴിക്കാൻ ടെക്നിക്കലായിട്ട് പഠിക്കാനുള്ളൊരു ഉപകരണം കൂടിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ റുബിക് ക്യൂബിന് പകരം ഉള്ള ഒരു വസ്തുവാണ് ഏടാകൂടം. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ഏടാകൂടത്തിലാക്കുക, ആടിക്കണം അല്ലേ? എന്തായാലും ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഇതൊന്നും അഴിച്ചോ? ആരും അഴിച്ചിട്ടും കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇത് അഴിക്കാൻ അപ്പൊ അത്ര പാടാന്നാ പറഞ്ഞത്? അഴിച്ചെടുക്കാൻ എളുപ്പമാണ്, അതുപോലെ സെറ്റ് ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് എന്തായാലും അക്ഷയ ഇവിടെ വന്നിട്ടുള്ള രണ്ടു മൂന്ന് പേരോട് ചോദിക്കും, ഇത് അഴിക്കാൻ പറ്റുമോ? നടക്കുന്നില്ല. എന്താ ഒട്ടും ഈസി അല്ല. എത്ര നേരമായി ഇവിടെ നിൽക്കുന്നത്? അരമണിക്കൂർ ഇവിടെ എന്താ തോന്നുന്നത്? പാടാണ്. അല്ല, ഇത് കണ്ടിട്ട് കൗതുകം കൊണ്ട് വരുന്നതാണ്. അഴിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. എത്ര തവണ ശ്രമിച്ചു നോക്കി? ഒത്തിരി ആണോ നോക്കി? ചേട്ടാ ഏടാകൂടത്തിലാക്കിയല്ലേ? മനീഷിന് എന്താ തോന്നേ? പറ്റുന്നോ? പറ്റോ? എനിക്ക് ഈ ജീവിതം മൊത്തം ഉണ്ടെങ്കിലും ഇത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് എന്തായാലും ചേട്ടനെന്താ തോന്നുന്നത്? ഇത് എത്ര നാളുണ്ടാവും? ഇന്ന് 5 ദിവസവും ഇവിടെ ഉണ്ടാവും. ഇല്ല, ഉറപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ ഇടപാട് നടക്കുന്നു അതുപോലെ മാത്രമേ ഇവിടെ നിൽക്കൂ. ഇതിപ്പോ ചേട്ടൻ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണല്ലേ? ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് ആണ്, പലതിനും പല റേറ്റ് ആണ്. ഓരോന്നിന്റെ വർക്കിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടായിരിക്കും. ചേട്ടൻ ഏടാകൂടത്തിലാക്കാൻ നോക്കിയിട്ട് ചേട്ടനെ ഏടാകൂടത്തിലാക്കിയിട്ട് ഒരാൾ എല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. നീ തിരിച്ച് സെറ്റ് ചെയ്യണം. എത്ര നേരം എടുത്തു? അരമണിക്കൂർ എടുത്ത്. അരമണിക്കൂർ ഏടാകൂടത്തിലാക്കിയല്ലേ ചേട്ടൻ? അപ്പോ എന്തായാലും കലോത്സവ വേദിയിൽ ഇങ്ങനത്തെ കുറെ ഏടാകൂടമായിട്ട് കുറച്ച് പേര് തൃശ്ശൂരിൽ നിന്ന് വരെ വന്നിട്ടുണ്ട്. ഏതായാലും അത് അഴിക്കുകയും ചെയ്യണം, തിരിച്ച് സെറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. തിരിച്ച് സെറ്റ് ചെയ്യണം. അതേതായാലും ടഫാണ്. ഏതായാലും ഞങ്ങൾക്ക് ശ്രമിച്ചിട്ട് നമ്മൾ ഏടാകൂടത്തിലായി. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ കുറെ പേര് ഇതേപോലെ സെറ്റ് ചെയ്യാനും തിരിച്ചു വയ്ക്കാനും കൂടെ ഉള്ള ശ്രമത്തിലാണ് അവര്. ഏതായാലും നോക്കാം. ഇവിടെ ഇനി 4 ദിവസം കൂടെ ബാക്കിയുണ്ട്. ചേട്ടൻ എങ്ങനെ ചേട്ടനിത് ലാഭത്തിലാവും എന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ആളുകളോട് ട്രൈ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാനെങ്കിലും വരുന്നുണ്ട്. ഏതായാലും നീ കൊല്ലംകാരി ചേട്ടൻ ഏടാകൂടത്തിലാക്കുമോ നമുക്ക് നോക്കാം. അപ്പൊ കലോത്സവ വേദിയിൽ നിന്നും തൃശ്ശൂർ ഗഡിയോടൊപ്പം ടീം ജനം കൊല്ലം.